ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാലോ, ഇന്നലെ സുരേഷും രതീഷും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. സുരേഷിനെ കെട്ടിപ്പിടിച്ചത് സുരേഷിന് ഇഷ്ടപ്പെട്ടില്ല, രതീഷ് കെട്ടിപ്പിടിച്ചത്. അപ്പോൾ അതൊരു ഹരാസ്മെൻറ്റ് രീതിയിൽ സുരേഷ് അവതരിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് നമ്മുടെ രതീഷ് ക്വിറ്റ് ചെയ്ത് പോയി. പക്ഷെ നാണം കെട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ആളുകൾ നമ്മുടെ രതീഷിനോട് പറഞ്ഞിരുന്നു, സുരേഷ് ചേട്ടനോട് മാപ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം തീരും. അപ്പോൾ അന്നേരം നമ്മുടെ രതീഷ് മാപ്പ് പറയാനായിട്ട് തയ്യാറായില്ല. എന്നിട്ട് ഇന്ന് ലൈവിൽ നമ്മുടെ കുറച്ച് സമയം മുമ്പ് നമ്മുടെ രതീഷ് സുരേഷിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു അടിപൊളി ഇതുണ്ടായിരുന്നു. നമ്മുടെ ജാൻമണി രതീഷിനൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പൊട്ടും വാലിട്ട് കണ്ണെഴുതി പുരികമൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി അത് ജാൻമണി പറഞ്ഞു, ഇത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഓക്കെ, കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിത് റിമൂവ് ചെയ്യില്ല എന്ന് ജാൻമണി പറഞ്ഞു. അപ്പം നമ്മുടെ രതീഷ് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇന്ന് വൈകിട്ട് വരെ ഈ ഒരു മേക്കപ്പിൽ നടന്നോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ രതീഷ് കുറേ മറ്റേ ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തിൻ്റെ പോലെ കുറേ ജീമ്പൂമ്പ എന്നൊക്കെ പറഞ്ഞ് കുറേ അവിടെ നല്ലൊരു പേക്കൂത്ത് നടത്തുന്നുണ്ടായിരുന്നു. വലിയ രസമൊന്നും ഉണ്ടായില്ല കാണാൻ. കുറേ ആൾക്കാരൊന്നും മൈൻഡും ചെയ്തില്ല. അതിനുശേഷം അവിടെ ആ ഒരു സമയത്ത് നമ്മുടെ സുരേഷ് അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ആരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് നമ്മുടെ രതീഷ് സുരേഷിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് സോൾവ് ചെയ്തു, ആ പ്രശ്നം സോൾവ് ആയി. അതിനുശേഷം പുള്ളി പറഞ്ഞു, ഞാൻ ബാഗും എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ആ സമയത്ത് ഞാൻ അവിടെ ഡോറിൻ്റെ അവിടെ വെച്ച് ഞാൻ നിങ്ങളെ തെറി വിളിച്ചു. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യം നിങ്ങൾ എൻ്റെ തലയിലേക്ക് ഇട്ടപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ നിങ്ങളെ കുറേ ബാഡ് വേർഡ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനും കൂടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ കാല് പിടിച്ചോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ സുരേഷ് പറഞ്ഞു, കാലൊന്നും പിടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷിൻ്റെ മുമ്പിൽ നമ്മുടെ രതീഷ് കാല് പിടിച്ച് മാപ്പ് പറയുന്ന രീതിയിൽ തറയിൽ കിടന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ സോൾവ് ആയിരിക്കുകയാണ്. അപ്പോൾ വെറുതെ പോയ ഒരു വയ്യാവേലി എടുത്ത് തലയിൽ വെച്ച് അവസാനം നാണം കെട്ട് വീട്ടിൽ പോകേണ്ടി വന്നു. എന്നിട്ട് ഒരു നാണമില്ലാണ്ട് തിരിച്ചും വന്നു. അതിനുശേഷം ഇപ്പോൾ അതേ മാപ്പും പറയേണ്ട ഗതികേടായി. എന്തൊക്കെ കാണണല്ലേ. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.